ഹായ് അസ്സലാമു നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ ഒന്നല്ല, നമ്മളെ റിവ്യൂ ആണ്. നമ്മളെ കസ്റ്റമർ 1-2 വീഡിയോകൾ അയച്ചു തന്നിരുന്നു. നമ്മളെ മറ്റേ വീഡിയോ കണ്ടിട്ട് ഞങ്ങളോടെ കായ്ച്ചിട്ടുണ്ടല്ലോ, ആ കാക്ക എന്താ അങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോ സജ്ജാദിൽ നിന്നാണ്. ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. കൊടുങ്ങല്ലൂരാണ് അവരുടെ സ്ഥലം. അപ്പോൾ അവരെ കുടുംബക്കാർ ദുബൈയിലൊക്കെ ഉള്ള കുടുംബക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ലോഡോളം പ്ലാന്റുകൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കായ്ച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്നെ ഈ വീഡിയോ വന്നതിന് ശേഷമാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ എൻ്റേത് കാണിച്ചിട്ട് കാര്യമില്ല, അപ്പോൾ പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എൻ്റെ കായ്ച്ചത് പോട്ടെ. അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കോ കായ്ച്ചിക്കണമെന്നുള്ളതാണ് അന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് സജ്ജാദ് ഭായ്. ഇപ്പോൾ 1.5 വർഷം ആയിട്ടുള്ളൂ ജസ്റ്റ്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നിൽക്കുന്നത് ജപ്പാൻ പേര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പേരമരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ പേര തൈ ഞാൻ വാങ്ങിയത് 1 മാസം 3 മാസം മുമ്പ് ചെറിയൊരു ഗ്രാഫ്റ്റ് ചെയ്തൊരു പേരയാണ് വാങ്ങിയത്. അത് ചമ്രവട്ടം, പൊന്നാനി റൂട്ടിൽ ചമ്രവട്ടം ഭാഗത്ത് റാസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ചെറിയൊരു തൈ 1 വർഷം 3 മാസമായി. അത് റസാഖ് എന്ന് പറയുന്ന ഒരു സാഹിബിൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് വാങ്ങിയതാണ്. അദ്ദേഹം നല്ലൊരു നഴ്സറി നടത്തുന്നുണ്ട്, യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നാണ് പേരത്തൈ വാങ്ങിയത്. ഇതിപ്പോൾ നന്നായിട്ട് കായ്ച്ച് നിൽക്കുകയാണ്. ഒരു ഇതൊക്കെ പൊട്ടിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു ടേസ്റ്റി പേരയാണ് ഇത്. ഏതാണ്ട് കടിച്ച് തിന്നാൻ പാകത്തിലാണ്. അതായത് നമ്മൾ കക്കിരിയൊക്കെ തിന്നില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. പ്രത്യേക നല്ല ടേസ്റ്റാണ്. ചെറിയ നല്ല മധുരത്തോട് കൂടി ടേസ്റ്റാണ്. ഇതൊക്കെ പൊട്ടിക്കണം. ഇതാണ് തായ്പിങ്ക് എന്ന് പറയുന്ന പേര. ഇതും അവിടുന്ന് തന്നെ വാങ്ങിയതാണ്. ഇതെല്ലാം തന്നെ 1 വർഷം 3 മാസം മുമ്പ് വാങ്ങിയതാണ്. നല്ല ഗ്രോത്തായി വളരെയധികം ശ്രദ്ധിച്ച് വളർത്തിയെടുത്തതാണ്. ഇതും ഒരുപാട് കായ്ച്ച് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഇത്. ഇനി വീണ്ടും പുതിയത് കായ്ച്ച് വരുന്നുണ്ട്. ഇത് ഒരുപാട് പേരൊക്കെ അതിൻ്റെ കിട്ടി. നാവൽ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അതിൽ വൈറ്റ് നന്നായിട്ട് കായ്ച്ചു വന്നതാണ്. പ്ലാവുകളുണ്ട് വെറൈറ്റി. അതുപോലെ തന്നെ ഇത് മൂസമ്പിയാണ്. ഇത് ഞാൻ ആ റാസ് ഗാർഡനിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. 1.5 വർഷം മുമ്പ്, 1 വർഷം 3 മാസം മുമ്പ് തന്നെ. മൂസമ്പി അതവിടെ കായ്ച്ചു കിടക്കുന്നത് പച്ചയ്ക്ക് തന്നെ മുറിച്ച് അദ്ദേഹം എനിക്ക് തിന്നാൻ തന്നു. നല്ല സ്വീറ്റായിരുന്നു. പച്ചയ്ക്ക് തന്നെ നല്ല സ്വീറ്റ്, നല്ല മധുരം, കയ്പൊന്നുമില്ല. അതും ഇപ്പോൾ വളർത്തിയെടുത്തു. അത് നന്നായിട്ട് വരുന്നു. മൂസമ്പി അതേപോലെ തന്നെ മൂസമ്പി മറ്റൊരു മരമാണത്. ഇതും നന്നായിട്ട് കായ്ച്ചു വരുന്നു. ഇവിടെയുണ്ട്, വീണ്ടും കായ്ച്ചു വരുന്നുണ്ട്. പിന്നെ നാരകമുണ്ട്. നാരകം നന്നായിട്ട് കായ്ച്ചു വരുന്നുണ്ട്. 2-3 വെറൈറ്റി നാരകമുണ്ട്.
ഇതാണ് കാലാപ്പാടി. ഇതും പൂവിട്ട് തുടങ്ങി. ഇതും മറ്റൊരു കാലാപ്പാടിയാണ്. റംബുട്ടാൻ യെല്ലോ ഉണ്ട്, റെഡും ഉണ്ട്. ഇതിപ്പോൾ ഒരു അടുത്ത വർഷത്തിൽ നന്നായിട്ട് കായ്ച്ച് പൂവിട്ട് കായ്ച്ച് വരും. ഇത് റെഡാണ്. ഇതാണ് അബിയു. ഇതും അവിടെ നിന്ന് തന്നെ റാസ് ഗാർഡനിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതും ഒരു പ്രാവശ്യം കായ്ച്ചു, ഒരെണ്ണം കിട്ടിയുള്ളൂ. പിന്നെയൊക്കെ നിറയെ പൂവിട്ടെങ്കിലും കൊഴിഞ്ഞു പോയി. ഇതും പിടിച്ചു വരാൻ ചിലപ്പം താമസം എടുക്കും. ഇതാണ് നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന ഓറഞ്ച്. ഇത് നന്നായിട്ട് കായ്ച്ചു വന്നു. ഇനിയിപ്പോൾ ഇത് ഏകദേശം പഴുത്തു തുടങ്ങുന്ന സീസൺ ആയപ്പോൾ പഴുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കായ്ച്ചു കിട്ടിയിട്ടുണ്ട്. വീണ്ടും കായ്ക്കുന്നുണ്ട്. എവിടെയൊക്കെ പഴുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു വെറൈറ്റി പ്ലാവാണ്. ഇതും കായ്ച്ചു തുടങ്ങി. മാവുകൾ തന്നെയുണ്ട് വെറൈറ്റി. അവർ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതെ, മൂവി സെറ്റും കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഇനി ടയറും കമ്പിയൊക്കെ ഇടാനുണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പ്ലാവ്, വീണ്ടും വേറൊരു വെറൈറ്റി, മറ്റൊരു വെറൈറ്റി പ്ലാവ്, പേര, പിന്നെ ചാമ്പകളാണ്. 2-3 വെറൈറ്റി ചാമ്പകളുണ്ട്. ഇത് പൂവിട്ട് തുടങ്ങി, കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. അതുപോലെ 60ഓളം നാടൻ മാവും ഉണ്ട്, മൂവാണ്ടൻ മാവുകളുണ്ട്. കുറച്ചധികം ഉണ്ട് മൂവാണ്ടൻ മാവുകൾ. അതിപ്പോൾ കായ്ച്ച് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ റാസ് ഗാർഡനിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. എല്ലാം ഒരു വർഷം 3 മാസം കഴിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മുസമ്പിയും വിയറ്റ്നാം മുസമ്പിയും ജപ്പാൻ പേരക്കയും അതേപോലെ സീറ്റ് മെൻഡറീനൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റേത് കാണിക്കാത്തത് എന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ കായ്ച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്തായാലും ഒരു 4 മാസം 5 മാസം എടുക്കും. അപ്പോൾ ഇത് കായ്ക്കൂല എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. മെൻഡറീന് ഇതൊക്കെ മെൻഡറീനാണ്. ഇപ്പോൾ പച്ച കളറായതുകൊണ്ട് ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ പൂവിട്ടിട്ട് ഇയർലി ആയതാണ്. ശരിക്കത് ഇനിയും ടൈമുണ്ട്. അപ്പോൾ ഓരോ ചൂട് കൂടുതൽ കിട്ടുന്നതിന് ശേഷം കൊടുങ്ങല്ലൂർക്ക് അവർക്ക് നല്ല ചൂട് കിട്ടിയോണ്ടാണ് അത് അങ്ങനെ ആയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു വലിയൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാമെന്ന് അറിഞ്ഞിരുന്നു. ചില സാഹചര്യങ്ങളിൽ
അത് എന്താന്ന് പറയുക അതങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ഒന്നെങ്കിലും കാണിക്കണം. അത് പുള്ളി ഇട്ട് തന്നപ്പോൾ ആ ഒരു പുള്ളിയുടെ റിസൾട്ടാണ്. ഇനി അത്രയും അധ്വാനിക്കുന്നുണ്ട് പുള്ളി. അത്രയും അധ്വാനിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ തൈ കൊണ്ടുവച്ചാൽ പോരാ. ഇപ്പോൾ ഒരാളൊരു വീഡിയോ കണ്ടിരുന്നു 1000 തൈ കൊടുന്ന് കായ്ക്കണില്ല, ഇത് സീറ്റ് മണ്ടറിനല്ല സ്വീറ്റ് പുഷോറഞ്ച് കായ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വലിയൊരു വണ്ടി ഇതിൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ ഇവ ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന്. ഒന്നിരിക്കലും ഭാഷ സംസാരിക്കാൻ അറിയണം, അല്ലെങ്കിൽ പറ്റിക്കാത്ത സ്ഥലത്ത് പോയിട്ട് എടുക്കണം, അല്ലെങ്കിൽ എടുക്കുന്ന സാധനം എന്താണെന്ന് ബോധ്യം വേണം. റാസ് ഗാർഡനിൽ തൈയുണ്ട്, അത് ഇങ്ങോട്ട് അയച്ചു തരുമോ ചോദിച്ചാൽ അവർ അയച്ചു തരും. അത് എന്താണെന്നുള്ളത് ഇവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ ഈ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെടി ഇടിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക. ഞാനും ചെടി കച്ചവടക്കാരനാന്നൊക്കെ പറഞ്ഞിട്ട് വന്നുകൊണ്ട് ജസ്റ്റ് അതിനെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു നോളേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും നമ്മൾ പോയി ചാടൂല. കാരണം ആ ചാടിയ അബദ്ധം മൂപ്പര് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ഇത് കായ്ക്കണില്ല, ഇത്ര കൊല്ലമായി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന്. 1000 തൈ ഉണ്ട് എന്നാ 700 തൈ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൈകൾ കായ്ക്കൂല പിടിക്കൂല എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. അപ്പോൾ അറിവില്ലായ്മയാണ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതെങ്ങനെ വളർത്തണം അതൊന്നും അറിയാതെ അവിടെ ചക്ക വീണ് മുയൽ എത്തുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ചക്ക ഇട്ടിട്ട് മുയൽ ചാവൂല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.